ഹായ് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം തങ്കമണി യേശുവിൻ്റെ. ഞാൻ ഇന്നലെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൃഷിയെപ്പറ്റി പറഞ്ഞിരുന്നു. മണ്ണ് കുമ്മായം ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി അതിനകത്ത് വളങ്ങൾ ചേർക്കണം. ആ വളങ്ങൾ ചേർത്തിട്ടുണ്ട്. വളങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കീടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ കമ്പോസ്റ്റ് വളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഇത്രയും തന്നെ മതി. അതെല്ലാം കൂടി മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചെറിയ തോതിലൊന്ന് നനച്ചതിന് ശേഷം, മണ്ണ് നനച്ചതിന് ശേഷം മാത്രമേ ചെടികൾ പറിച്ച് നടാവൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെടികൾ നടുമ്പോൾ എപ്പോഴും വൈകുന്നേരമേ നടാവൂ, വെയിലുണ്ടെങ്കിൽ. ഇനി വെയിലില്ല എങ്കിൽ രാവിലെ നട്ടാലും കുഴപ്പമില്ല. ഒരുപാട് വെയിലുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തണൽ അതിനെ കൊടുക്കുകയും വേണം, തണൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ചെറിയ തോതിൽ നനച്ചു കൊടുക്കാവൂ. വേര് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ശക്തിയായിട്ട് നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഓസിട്ടിട്ട് നനയ്ക്കണ്ട, കോരി നനയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഓസിട്ടിട്ട് നനയ്ക്കാം. അപ്പം ചെടികൾ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ഇല വന്ന ചെടികൾ മാത്രമേ പറിച്ച് നടാവൂ. അത് വെണ്ടയായാലും വഴുതനയായാലും കുമ്പളമായാലും ചീരയായാലും എന്താണെന്ന് പറഞ്ഞാലും 4 ഇല വന്നതിന് ശേഷം മാത്രമേ പറിച്ച് നടാവൂ. നട്ട് കഴിഞ്ഞാൽ വെയിൽ നോക്കിയിട്ട് വേണം 2 നേരവും ചെറിയ തോതിൽ നനച്ചു കൊടുക്കുക. ഇനി 2 നേരം നനച്ചില്ലെങ്കിലും വൈകുന്നേരം നനച്ചാൽ രാത്രി മുഴുവൻ അതിന് ചെടികൾക്ക് ആ വെള്ളം നനവ് കിട്ടുമ്പോൾ അത് വളരാനും സഹായിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ സഹായവുമാണ് നമ്മൾക്ക് ആവശ്യം. തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുമെന്ന് എനിക്കറിയാം. ബാക്കി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വഴിപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.